CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് കരിമ്പ ഹൈസ്കൂളിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് ഈ വഴിയിലൂടെയാണ് അവർ നടന്നു വരുന്നത്. അവർ വീടുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. ഈ അപകടം നടന്നതിന് സമീപത്ത് CCTV ക്യാമറകളൊന്നും തന്നെ ഇല്ല. അവിടെ ഒരു കടയിലുണ്ടായിരുന്നു. അവിടുത്തെ ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് അപകടത്തിൻ്റെ ഒരു യഥാർത്ഥ CCTV ദൃശ്യം ഒരുപക്ഷെ പുറത്തു വരാൻ സാധ്യത തുലവും കുറവാണ്. എന്തായാലും ആ കുട്ടികൾ നടന്നു വരുന്ന അവർ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞ് നാളത്തെ ചർച്ചകളും ഇന്ന് അവർ എഴുതിയ പരീക്ഷയുടെ വിലയിരുത്തലുമൊക്കെയായി വളരെ സന്തോഷത്തിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 4 കുരുന്നുകൾക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. 8ാം ക്ലാസ്സിലെ കുട്ടികൾ, നല്ല സുഹൃത്തുക്കളായിരുന്ന കുട്ടികൾ. അവരെ സംബന്ധിച്ചിടത്തോളം, ആ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വേദന അതൊക്കെ നമുക്ക് അളക്കാൻ കഴിയാത്തതാണ്. അവരുടെ വേദനയും പ്രയാസവും ഒന്നും നമുക്ക് അളക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്ര വലിയ പ്രതിഷേധം ഇന്ന് ഈ റോഡിൽ കാണുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ഈ റോഡിൻ്റെ ഒരു ഘടന പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് വളരെ, അതായത് നന്നായിട്ട് ഒരു ഭാരവാഹനമൊക്കെ വരികയാണെങ്കിൽ തെന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള ഒരു റോഡാണിത്. നിരന്തരം നമ്മളൊക്കെ കടന്നു പോകുന്ന പാത തന്നെയാണ്. അപ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ അപകട സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു ചാറ്റൽ മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വളരെ മിനുസമുള്ള റോഡായി മാറുകയും പെട്ടെന്ന് അല്പം വേഗതയിലൊക്കെ വരുന്ന വാഹനങ്ങളാണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നിരന്തരം അപകടങ്ങളും സംഭവിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ അപകടവും ഉണ്ടായത്. അങ്ങനെയാണ് ഈ ദാരുണമായ അന്ത്യം. 4 കുട്ടികൾ ഈ ലോറിക്ക് അടിയിൽപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പ്രയാസമുള്ളൊരു മരണമായിരിക്കും അത്. ഈ ലോറി കുട്ടികളുടെ മേലേക്ക് വീഴുന്നു. തുടർന്ന് ആ ഒരു വീടാണ് അപ്പുറത്ത്. ആ വീടിൻ്റെ മതിലും തകർത്തി കുട്ടികളുടെ മേൽ ഈ ലോറി കിടക്കുകയാണ്. ഏറെ പ്രയാസപ്പെട്ട് കോങ്ങാട് നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും പോലീസും നാട്ടുകാരും എല്ലാവരും ചേർന്നാണ് ഈ കുട്ടികൾ ഇതിനടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. അങ്ങനെ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല. 3 കുട്ടികൾ ഇസാഫ് ആശുപത്രിയിലായിരുന്നു. ഒരു കുട്ടി മദർ കെയർ ആശുപത്രിയിലും വെച്ചാണ് മരിച്ചത്. അങ്ങനെ 4 കുട്ടികളുടെ മരണമാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള അപകടത്തിലൂടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെ 6 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഈ രാത്രിയിൽ തന്നെ പൂർത്തിയാക്കാം. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 മണിക്ക് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. 6 മണിക്ക് 4 ആംബുലൻസുകളിലായി മൃതദേഹം ഈ കരിമ്പയിലേക്ക് കൊണ്ടുവരും. തുടർന്ന് 7 മണിക്ക് കരിമ്പ സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അവരുടെ സ്കൂളിൽ അവരുടെ സഹപാഠികൾക്ക്, അധ്യാപകർക്കെല്ലാം അവസാനമായി ആ 4 കുരുന്നുകളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമായിരിക്കും ആദ്യഘട്ടത്തിൽ തന്നെ ഒരുക്കുക. 7 മണി മുതൽ കരിമ്പ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്നാണ് ഈ കുട്ടികളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുക. അതിനുശേഷം തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മളിപ്പോൾ CCTV ദൃശ്യത്തിൽ ഈ കുട്ടികൾ നടന്ന് പോകുന്ന ദൃശ്യം കഴിയുമ്പോൾ അതിനുശേഷം ഈ ലോറി വളരെ വേഗത്തിൽ പാഞ്ഞു പോകുന്ന ദൃശ്യം കൂടി പ്രേക്ഷകർ ഇപ്പോൾ കാണാം. ഇതിപ്പോൾ ലഭിച്ച ഒരു ദൃശ്യമാണ്. ഈ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾക്ക് പിന്നാലെ ഈ ലോറിയും പാഞ്ഞു കയറിയ ലോറി വളരെ വേഗത്തിൽ പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ലോറിയാണ് അപകടം ഉണ്ടാക്കുകയും 4 കുട്ടികളുടെ ജീവനെടുക്കുകയും ചെയ്തത്. ഈ ലോറിയുടെ ദൃശ്യം പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതേ ലോറിയാണ് അപകടത്തിൽപ്പെട്ടതും 4 കുട്ടികൾക്ക്, 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ 4 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായത്.